ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പിക്ക് ആൻഡ് മിക്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഒരു ഇൻസ്റ്റൻറ്റ് റവ അപ്പം എങ്ങനെ തയ്യാറാക്കാം നോക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3/4 കപ്പ് അവല് ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് നമ്മുടെ ബാറ്റർ വേണ്ടത്. ഇനി നമുക്കതിലേക്ക് ഇനോ ചേർത്ത് കൊടുക്കാം. ഒരല്പം ഇനോയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കതൊന്ന് ചുട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാന് നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചതിന് ശേഷം ബബിൾസ് എല്ലാം വന്നതിന് ശേഷം നമുക്ക് അതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ റവ അപ്പം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു ഗ്രേവി തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഓയിലും ചേർത്ത് കൊടുത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കുന്നുണ്ട്. വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് 5-6 അല്ലി വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കതിലേക്ക് 1 തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കാം. അതിലേക്ക് ഒരല്പം കാഷ്യൂ നട്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി നല്ലപോലെ വഴന്ന് വന്നതിന് ശേഷം നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. തണുത്ത് വന്നതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്ത് നല്ലപോലെ അരച്ചെടുക്കാം. ഇനി അതേ പാനിലേക്ക് തന്നെ ഞാൻ അല്പം ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്ത് ചെറിയ ജീരകം ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് 2 കഷ്ണം കറുവപ്പട്ടയും 3 ഏലക്കായും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഫ്രൈ ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ജീരകം പൊടിച്ചത് എന്നിവ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഈ അരപ്പും അതുപോലെ മസാലപ്പൊടികളൊക്കെ നല്ലപോലെ ചേർന്ന് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് അതിലേക്കുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലായിട്ട് ഒരു പച്ചമുളക് നെടുകെ കീറിയതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. തിളച്ച് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 100 ഗ്രാം മട്ടർ അല്ലെങ്കിൽ ഗ്രീൻ പീസ് എന്നൊക്കെ പറയാം, അത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം പനീറും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് കവർ ചെയ്ത് വെച്ച് 5 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം. ഈ പനീറും അതുപോലെ മട്ടറൊക്കെ ഒന്ന് വെന്ത് വരാനുള്ള സമയം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. ഒരല്പം ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മല്ലിച്ചപ്പ് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. അതിലേക്ക് 1 കഷ്ണം ബട്ടറും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് കവർ ചെയ്ത് വെക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ മട്ടർ പനീർ ഗ്രേവി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.